കേൾക്കാൻ പറ്റുന്നില്ലേ പറയുന്നത്? ഓക്കെ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ എവിടെയാ സ്റ്റോപ്പ് ചെയ്തത്? നിങ്ങളൊന്നത് പറഞ്ഞേ. എവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്തതെന്ന്? നിങ്ങൾ 4 ക്ലാസ്സിൽ സെയിം സബ്ജക്റ്റ് ആയതുകൊണ്ട് എവിടെയാണ് കറക്റ്റായിട്ട് നിർത്തിയെന്ന് മനസ്സിലാവുന്നില്ല, കൺഫ്യൂഷൻ വരുന്നു. സോ ഇന്നലെ എവിടെയാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത ടോപ്പിക്ക്? എവിടെയാണ്? വെക്റ്റർ ലൈനിന്റെ 2 ഇക്വേഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നോ? അതായത് ഡൊമൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഗ്രാഫ് കംപ്ലീറ്റ് ചെയ്തില്ലേ? അഞ്ജിത? ഓക്കെ. അപ്പം ഡൊമൈനും ഗ്രാഫും കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് അടുത്ത ഏതാണ്? എക്സ്ക്യൂസ് മീ. വെക്ടറിന്റെ ലൈനിന്റെ 2 ഇക്വേഷൻസ് ഉണ്ടായിട്ടില്ല, അത് നമ്മൾ ഡിസ്കസ് ചെയ്തോ? അതായത് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ലൈന് 2 വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പറയാന്നുള്ളത് അത് ഡിസ്കസ് ചെയ്തോ? നമ്മൾ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെയായിരുന്നു എഴുതിയത്? അനുരാഗ്? അനുരാഗ്? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തന്നെ. ആ ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തോ എന്നുള്ളത്, അല്ലെങ്കിൽ ഗ്രാഫ് വരെയാണോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്? ഹലോ, പറ അനുരാഗ്, എവിടെ നമ്മൾ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത്? ലൈനിന്റെ ഇക്വേഷൻ രണ്ട് വെക്ടർ കൊണ്ട് കണ്ടുപിടിക്കുന്നത്. 2 വെക്ടർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക അല്ലെ? അതിന്റെ 2 ഇക്വേഷൻസ് ഉണ്ടായിരുന്നു, 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അല്ലെങ്കിൽ 2 വെക്ടർ, അതായത് ഒന്ന് ഒറിജിൻ ആ ലൈനിലേക്കുള്ള വെക്ടറും പിന്നെ ഒരു പാരലൽ വെക്ടറും തന്നാൽ എങ്ങനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ എഴുതുക, അത് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം വേറെ 2 വെക്ടേഴ്സ്, അതായത് ഒറിജിനിൽ നിന്ന് തന്നെ തുടങ്ങുന്ന വേറെ 2 വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ ചെയ്യാന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു അനുരാഗ്? ഇല്ല. അപ്പൊ അതാണ് ഇനി എടുക്കാൻ പോവേണ്ടത്. സോ ഇന്നലത്തെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? അതായത് ആ ലൈനിലേക്കുള്ള വെക്ടറും അതിന് പാരലൽ ആയിട്ടുള്ളൊരു വെക്ടറും തന്നാൽ എങ്ങനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അടുത്ത ടോപ്പിക്കിൽ പോട്ടെ. ഓക്കെ. സോ അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഇതേപോലെ തന്നെ 2 വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കും. പക്ഷെ 2 വെക്ടറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 2 വെക്ടറും ഒറിജിന് ആ ലൈനിലേക്കുള്ള വെക്ടർ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലൈന്. ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ലൈനിലേക്കുള്ള 2 വെക്ടേഴ്സ് ആണ് ഇത്. R0 എന്ന് നമുക്ക് വിളിക്കാം, ഇതിനെ R1 എന്ന് വിളിക്കാം. അപ്പം R0ഉം R1ഉം ലൈനിലേക്കുള്ള ഈ ഒരു ലൈനിലേക്കുള്ള 2 വെക്ടേഴ്സ് ആണെങ്കിൽ ഈ 2 വെക്ടേഴ്സിന്റെ ഇനീഷ്യൽ പോയിന്റ് ഒറിജിൻ ആയിരിക്കും. ഒറിജിനിൽ നിന്ന് വരുന്ന 2 വെക്ടേഴ്സ്, ഈ ലൈനിലേക്കുള്ള 2 വെക്ടേഴ്സ് R0ഉം R1ഉം ആണെങ്കിൽ ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം?
ആർ ഈക്വൽ ടു ആർ നോട്ട് പ്ലസ് ടി ഇൻറ്റു R1 മൈനസ് ആർ നോട്ട്. ഈ ഒരു ഇക്വേഷനും നമുക്ക് എന്ത് കിട്ടും? ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ തന്നെയാണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ എനിക്ക് കിട്ടും. സോ ആർ നോട്ട് എന്താണ്? ആർ നോട്ട് എന്ന് പറയുന്നതും R1 എന്ന് പറയുന്നതും രണ്ട് വെക്ടേഴ്സ് ആണ്. ആ വെക്ടേഴ്സ് എവിടത്തേക്കുള്ള വെക്ടറാ? നമുക്ക് ഏത് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ ലൈനിലേക്കുള്ള രണ്ട് വെക്ടേഴ്സ് ആണ് ആർ നോട്ടും R1ഉം. അങ്ങനെയാണെങ്കിൽ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ആർ ഈക്വൽ ടു ആർ നോട്ട് പ്ലസ് ടി ഇൻറ്റു R1 മൈനസ് ആർ നോട്ട്. അപ്പം നമ്മൾ ഇത്രയും രണ്ട് കേസിൽ നമ്മൾ ഓൾറെഡി ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ട രണ്ട് കേസസ് കണ്ടു. ആ രണ്ട് കേസിൽ നമുക്കൊരു പാരലൽ വെക്റ്റർ ഉണ്ടായിരുന്നു. അപ്പൊ പാരലൽ വെക്റ്റർ ഇല്ലാണ്ട് ഒറിജിനിൽ നിന്ന് തുടങ്ങുന്ന രണ്ട് വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ യൂസ് ചെയ്യുക എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ആർ നോട്ട് എന്ന് പറയുന്ന വെക്ടർ ആർ നോട്ട് ഈക്വൽ ടു സം 2i പ്ലസ് 3j പ്ലസ് 4k ആണെന്ന് വിചാരിക്കുക. അതേപോലെ R1 എന്ന് പറയുന്നത് 3i പ്ലസ് 4j പ്ലസ് 5k ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ആർ നോട്ടും R1ഉം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്തായിരിക്കും? ആർ ഈക്വൽ ടു ആർ നോട്ടിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? തന്ന വെക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2i പ്ലസ് 3j പ്ലസ് 4k പ്ലസ് ടി ഇൻറ്റു R1 എന്താണ്? 3i പ്ലസ് 4j പ്ലസ് 5k മൈനസ് ആർ നോട്ട് എന്ന് പറയുന്നത് 2i പ്ലസ് 3j പ്ലസ് 4k. അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് എളുപ്പമല്ലേ? ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചാൽ മതി. അതിൽ ആർ നോട്ടും R1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ഇതിനെങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യുക? 2i പ്ലസ് 3j പ്ലസ് 4k പ്ലസ് ടി ഇൻറ്റു ആദ്യം ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ കാര്യം എന്താണെന്ന് ചെയ്യുക. ഇവിടെ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യുക? അതിന്റെ കറസ്പോണ്ടിങ് ടേംസ് തമ്മിൽ മൈനസ് ചെയ്യുക. അതായത് ഐന്റെ ടേമും മൈനസ് ചെയ്യുക, ജെന്റെ ടേമും മൈനസ് ചെയ്യുക, ആൻഡ് കെന്റെ ടേമും മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 3 മൈനസ് 2. അപ്പം 1i പ്ലസ് 4 മൈനസ് 3 എത്ര വരും? 1j പ്ലസ് 5 മൈനസ് 4 1k. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? 2i പ്ലസ് 3j പ്ലസ് 4k പ്ലസ് ടി ഇൻറ്റു ഈ വെക്ടറാണ്. അപ്പം ഈ വെക്ടറിലെ ഓരോ ടേംസിനെയും നമ്മൾ എന്ത് ചെയ്യുക? ടീനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ടി ഇൻറ്റു 1 നിങ്ങൾക്ക് ആ വെക്ടർ ഓർമ്മയുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത്? സോ നമ്മളെ വെക്ടർ എന്തായിരുന്നു നമ്മൾ ചെയ്ത്? ആർ ഈക്വൽ എത്ര വരെ നമുക്ക് കിട്ടിയത്? വെക്ടർ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. 3j പ്ലസ് 4k പ്ലസ് ടി ഇൻറ്റു 1i പ്ലസ് 1j പ്ലസ് 1k ഇങ്ങനെ ഒരു ഫോമിലല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? 2i പ്ലസ് 3j പ്ലസ് 4k പ്ലസ് ടീനെ ഓരോ ടേംസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം ടി ഇൻറ്റു 1 ti, ടി ഇൻറ്റു 1 അഗെയിൻ tj പ്ലസ് ടി ഇൻറ്റു 1 tk എന്ന് വരും. ഇനി എന്താ? ഇനി ഈ ഒരു വെക്ടറും ഈ ഒരു വെക്ടറും തമ്മിൽ ആഡ് ചെയ്യുക. അതായത് അതിൻ്റെ ടേമും ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2 പ്ലസ് ടി അല്ലേ? ഇവിടെ അതിൻ്റെ ടേം 2 ആണ്, ഇവിടെ അതിൻ്റെ ടേം ടി ആണ്. സോ 2 പ്ലസ് ടി ഐ പ്ലസ് 3 പ്ലസ് ടി ജെ പ്ലസ് 4 പ്ലസ് ടി കെ. ഇതാണ് നമ്മളെ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ലൈൻ. ഓക്കെ,
ഇങ്ങനെയാണ് നിങ്ങൾ രണ്ട് വെക്റ്റേഴ്സ് ഒറിജിനിൽ നിന്ന് രണ്ട് വെക്റ്റേഴ്സ് ലൈനിലേക്ക് നിങ്ങൾക്ക് തരുന്നാണെങ്കിൽ ആ ലൈനിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ആർ ഈക്വൽ ടു ആർ നോട്ട് പ്ലസ് ടി ഇൻറ്റു ആർ വൺ മൈനസ് ആർ ആർ വൺ മൈനസ് ആർ നോട്ട്. ക്ലിയർ ആണോ? ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആണോ? രണ്ട് വെക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അടുത്തത് അടുത്തത് സ്ലോപ്പ്. ലൈനിന് നമുക്ക് ഈ വെക്ടർ വെച്ചിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. തന്ന ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ ആണ് നമുക്ക് ആവശ്യം. അപ്പം നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ടാകും സ്ലോപ്പ് ഓഫ് ലൈൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, y/x ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനും അതിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടറും തന്നാൽ ആ വെക്ടറിന്റെ വെക്ടർ എന്താ ഉണ്ടാവുക, ith ടേമും ഉണ്ടാവും jth ടേമും ഉണ്ടാവും. അപ്പൊ ആ വെക്ടറിന്റെ ith ടേമിനാണ് നമ്മൾ x ആയിട്ട് വിളിക്കല്, jന്റെ ടേമിനാണ് നമ്മൾ y ആയിട്ട് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് v എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ ആ വെക്ടർ അതിൽ പാരലൽ വെക്ടർ ആണെങ്കിൽ ആ പാരലൽ വെക്ടറിന്റെ എക്സും വൈയും എന്താണ് നിങ്ങൾ എഴുതുക. എന്നിട്ട് ആ y/x-നെയാണ് നമ്മൾ എന്ത് പറയുക, സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്. ഇത് ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും, y/x നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടാവും. അപ്പം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, y/x ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ പറയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഒരു ലൈന് അതിന്റെ പാരലൽ വെക്ടർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ പാരലൽ വെക്ടറിന്റെ y/x-നെയാണ് നമ്മൾ തന്ന ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു പ്രോബ്ലം നോക്കുക. അവിടെ കണ്ടോ നിങ്ങള്? Find the slope of the line in two space that is represented by the vector equation r equal to 7 minus 2ti minus 3 minus 4tj. അപ്പം നിങ്ങൾക്ക് ടു സ്പേസിലെ തന്നിട്ടുള്ളത് i/j/k ടേമിൽ ഐയും ജെയും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ലൈനിന്റെ ഒരു പാരാമെട്രിക് ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട് അല്ലെ. r equal to 7 minus 2ti പ്ലസ് -3 minus 4tj എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു പാരാമെട്രിക് ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പാരാമെട്രിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, ഈ ഇതിലെ പാരലൽ വെക്ടർ ഏതാന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ. പാരലൽ വെക്ടർ എന്ന് പറയുന്ന എന്തായിരുന്നു ഇവിടുത്തെ, അതായത് ലൈനിലെ പോയിന്റ് ഏതാണ്, 7ഉം -3, മൈനസ് ഓഫ് 7 -3 ആണ് ആ ലൈനിൽ വരുന്ന പോയിന്റ്. അതിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ടീന്റെ കോഎഫിഷ്യന്റ് വെച്ചിട്ട്. അപ്പൊ ടീന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താ, -2, ഇവിടെ എന്താണ് -4, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, -4 +4 വരും. അപ്പം -2i + 4j ആണ് ആ ഒരു വെക്ടർ, പാരലൽ വെക്ടർ. അപ്പം നമ്മുടെ പാരലൽ വെക്ടറിന്റെ കുറെ പറഞ്ഞ ലൈൻ്റെ ഇക്വേഷൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിച്ചു തരാത്തത്. നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും അത് ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലെ വെക്ടർ കണ്ടുപിടിച്ചൂടെ, ടീന്റെ ടേംസ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെക്ടർ എഴുതുക, -2i + 4j. അപ്പൊ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്, y/x ആണ്. അപ്പൊ ഇവിടെ y എന്ന് പറഞ്ഞാൽ 4 ആണ്, x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്. സോ 4/-2 which is equal to -2 is the answer. -2 ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്ലോപ്പ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഇന്റർസെപ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ. അപ്പം ഇതൊക്കെ നിങ്ങളുടെ +2 പഠിക്കുന്ന ടേംസ് ആണ്. ഇന്റർസെപ്റ്റ് ഒക്കെ എന്താണ് എന്നുള്ളത്. എന്താ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എക്സ് ഇന്റർസെപ്റ്റ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y 0 ആക്കിയിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് എക്സ് ഇന്റർസെപ്റ്റ്. ആൻഡ് y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, x = 0 കൊടുത്തിട്ട് yന്റെ വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് y ഇന്റർസെപ്റ്റ്. മനസ്സിലായോ?
എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. പക്ഷെ അവിടെ എന്തെടുക്കണം, നമ്മൾ വൈ വാല്യൂ 0 ആയിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയാ ചെയ്യാൻ നോക്കാം ഈ ഒരു പ്രോബ്ലം. ഇവിടെ r ഈക്വൽ ടു r എന്ന് പറഞ്ഞിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ എന്താ തന്നിട്ടുള്ളത്? 5 പ്ലസ് 3t i പ്ലസ് 7tj. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും എഴുതാൻ പറ്റും. നമുക്ക് എന്താ തന്നത്? r ഈക്വൽ ടു 5 പ്ലസ് 3t i പ്ലസ് 7tj. അപ്പൊ ഇവിടെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ടേം ആണ്. അത് എന്താണ്? 5 പ്ലസ് 3t. വൈ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 7t. ഓർത്തിരിക്കുക, എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് ടി ആണ് നമ്മൾ കാണേണ്ടത്. എക്സ് ഓഫ് ടി വെൻ വൈ ഓഫ് ടി ഈക്വൽ ടു 0. വൈ ഓഫ് ടിക്ക് 0 കൊടുത്തിട്ട് എക്സ് ഓഫ് ടി നിങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ എങ്ങനെയാ ചെയ്യുക? വൈ ഓഫ് ടി ഈക്വൽ ടു 0 കൊടുക്കുക. അതായത് 7t ഈക്വൽ ടു 0 കൊടുത്തിട്ട് അവിടെ ടി എന്താന്ന് കണ്ടുപിടിക്കുക. ടി ഈക്വൽ ടു എന്തായിരിക്കും ഇവിടെ? 0 അല്ലെ? 7t ഈക്വൽ ടു 0 ആണെങ്കിൽ t ഈക്വൽ ടു 7 ഇവിടെ വരുമ്പോൾ 0/7 വരും. ദാറ്റ് ഇസ് 0. അപ്പൊ വൈ ഓഫ് ടി എന്ന് പറയുന്ന 0 കൊടുക്കുക നമ്മൾ. അപ്പൊ ടീന്റെ വാല്യൂ എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ ടീന്റെ വാല്യൂ എന്താന്ന് കിട്ടി? നമുക്ക് 0 ആന്ന് കിട്ടി. ഇനി എക്സ് ഓഫ് ടി കണ്ടുപിടിക്കുക. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ തന്നിട്ടുള്ളത്? 5 പ്ലസ് 3t എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 3 ഇൻറ്റു ടിക്ക് നമുക്ക് എത്ര വാല്യൂ കിട്ടിയത്? 0 അല്ലേ? ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 0 ആൻഡ് ഈസ് ഈക്വൽ ടു 5. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതുക. നമുക്ക് എക്സിന്റെ വാല്യൂ എന്താ കിട്ടിയത്? 5ഉം വൈന്റെ വാല്യൂ 0ഉം. ഇതാണ് നമ്മളെ എക്സ് ഇന്റർസെപ്റ്റ്. മനസ്സിലായ? എക്സ് ഇന്റർസെപ്റ്റ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഓഫ് ടി ഈക്വൽ ടു 0 കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ടീന്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് എക്സ് ഓഫ് ടി ആ ടീന്റെ വാല്യൂ ഇട്ടിട്ട് എക്സ് ഓഫ് ടി എന്താണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സ് ഇന്റർസെപ്റ്റിന്റെ ആൻസർ എപ്പോഴും ഇങ്ങനെ കിട്ടുക. ഇവിടെ 0 ആയിരിക്കും, ഇവിടെ എക്സിന്റെ ആൻസർ മാത്രമേ ഉണ്ടാവും. വൈ ഇന്റർസെപ്റ്റ് ആണെങ്കിൽ എക്സ് 0 ആയിരിക്കും, വൈന്റെ ആൻസർ മാത്രമേ ഉണ്ടാവും. ഇതാണ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക, എങ്ങനെയാണ് എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കുക? മനസ്സിലായോ എല്ലായിരിക്കും? ക്ലിയർ ആണോ? ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അതായത് കാൽക്കുലസ് ഓഫ് വെക്റ്റർ. എങ്ങനെ നമ്മൾ വെക്റ്ററിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കും, എങ്ങനെ നമ്മൾ വെക്റ്ററിന്റെ എന്താ ഡിഫറൻഷിയേറ്റ് ചെയ്യും, നമ്മൾ എങ്ങനെ അതിന്റെ വെക്റ്ററിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന തന്നെ. നമുക്കറിയാലോ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാന്നറിയാം, ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാന്നറിയാം. അപ്പം ആ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. പക്ഷെ വെക്ടറിന്റെ ആകുമ്പോൾ ഒരു ഐ ജെ കെ എന്ന് പറയുന്ന ടേംസ് ആയിട്ട് ഓരോ കോമ്പണൻസിന്റെ നമ്മൾ സെപ്പറേറ്റ് കാണുവാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും എന്താണ് ലിമിറ്റ് അറിയോ നിങ്ങൾക്ക്? ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു +1 തൊട്ടിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ് ലിമിറ്റ്.
ഒരു ഫംഗ്ഷൻ, ഞാൻ ഫംഗ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ലിമിറ്റ് എന്താണെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇത് 1 1 2 ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പം 1ന്റെ പോയിന്റ് 1 ആണ്, 2ന്റെ പോയിന്റ് 2 ആണ്, അങ്ങനെ വിചാരിക്കുക നിങ്ങൾ. അപ്പൊ ഈ 1ലെത്തെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ 1ലെത്തെ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഏതെങ്കിലും ഈ 1ന്റെ അടുത്തുള്ള വാല്യൂസ് ഉണ്ടാവില്ലേ, 1ന്റെ അടുത്തുള്ള ലെഫ്റ്റ് എന്നുള്ള വാല്യൂസും ഉണ്ടാവും, 1ന്റെ അടുത്ത് റൈറ്റ് എന്നുള്ള വാല്യൂസും ഉണ്ടാവും. അപ്പൊ ഈ ലെഫ്റ്റ് നിന്ന് 1ലേക്ക് വരുമ്പോഴും റൈറ്റ് നിന്ന് 1ലേക്ക് വരുമ്പോഴും ഇതിന്റെ ഫംഗ്ഷൻ അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തുകയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 1ലേക്ക് ഇങ്ങനെ എന്താണ് ഈ ഫംഗ്ഷൻ നിങ്ങൾ നോക്ക്, ഇങ്ങനെ 1ലേക്ക് പോകുമ്പോൾ ഇവിടെ എവിടെ എത്തുന്നത്? 1ലെത്തിയപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നത്. അപ്പൊ ഈ ഒരു സൈഡിൽ നിന്നാണ് 1ലേക്ക് വരുന്നത് വിചാരിക്കും. ഈ 2ന്റെ എടുക്കുന്ന ഒരാള് ഇതാ 1ലേക്ക് വരുന്ന, ഇങ്ങനെ 1ലേക്ക് വരുമ്പോൾ അത് ഏത് പോയിന്റിലേക്കാണ് മേർജ് ചെയ്യുന്നത് നിങ്ങൾ നോക്ക്. ഈ ഒരു പോയിന്റിലേക്ക് തന്നെയല്ലേ. അത് റൈറ്റ് നിന്ന് വരുന്ന സമയത്തും ലെഫ്റ്റ് നിന്ന് വരുന്ന സമയത്തും ഇത് ഈ ഒരു പോയിന്റിലേക്കാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയാ. അപ്പൊ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു ഫംഗ്ഷൻ വാല്യൂ ആയിരിക്കും. ഇതാ ഇവിടെ 1 ആണ് ലിമിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കൂടി നിൽക്കുക, ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഇങ്ങനെ കൂടി നിൽക്കുന്നതിന് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫോർമുല എന്തിപ്പം ലിമിറ്റ് വെക്ടർ ആണെങ്കിലും എങ്ങനെയാണ്? ഒരു ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, ആ വെക്ടറിന് ലിമിറ്റ് ഉണ്ടെങ്കിൽ, അതായത് ടി, ഈ ടി എന്ന് പറയുന്നത് ഒരു എയിലേക്ക് പോകുമ്പോൾ ആർ ഓഫ് ടിക്ക് ലിമിറ്റ് ഉണ്ടെന്ന് എങ്ങനെ പറയാം? എന്താണ് അതിന്റെ അർത്ഥം? ടി എന്ന് പറയുന്നത് നിങ്ങൾ എക്സ് ആക്സിസിലെ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ടി എയിലേക്ക്, എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് ആണ് എ. അപ്പം എയിലേക്ക് ഇങ്ങനെ ടി ഇങ്ങനെ പോവാണ്. ടി ഇങ്ങനെ മൂവ് ചെയ്ത് എയിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ ആർ ഓഫ് ടി എന്ന് പറയുന്നത്, അതായത് ആ ഒരു ഫംഗ്ഷൻ ഏതോ ഒരു ഇങ്ങനെ ഒരു എൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫൈനൈറ്റ് വാല്യൂ കിട്ടും. ഓക്കെ, അത് ഫംഗ്ഷനും എല്ലിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഇതിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത്രയും ഓർക്കണ്ടോ, ആർ ഓഫ് ടിന്ന് നിങ്ങൾക്ക് ഒരു വെക്റ്റർ വാല്യൂയുടെ ഫംഗ്ഷൻ തരും. അപ്പൊ ആ ഫംഗ്ഷനിൽ ടിക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? എ കൊടുക്കുക, ആർ ഓഫ് എ കിട്ടുമല്ലോ. അപ്പം ആ വാല്യൂ, അപ്പൊ ആർ ഓഫ് എ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫൈനൈറ്റ് നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. മനസ്സിലാവുന്നുണ്ടോ? ലിമിറ്റ് ടി ടെൻസ് ടു 2 ആണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇപ്പൊ ടി സ്ക്വയർ എന്നുള്ള ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ടിക്ക് 2 കൊടുക്കുക. ടിക്ക് 2 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 2 സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 4 ആണ്. ഓക്കെ, അപ്പൊ ഒരു ഫൈനൈറ്റ് നമ്പർ നമുക്ക് കിട്ടിയില്ല, ആൻസർ നമുക്ക് കിട്ടുന്നില്ലേ? അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ടി സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതാണ് ലിമിറ്റ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ പഠിച്ചതായിരിക്കും. ഓക്കെ, അപ്പം ഒരു വെക്ടറിന്റെ കേസിൽ എങ്ങനെയാ ലിമിറ്റ് ആണെന്ന് നിങ്ങൾ നോക്ക്. നിങ്ങൾ ഇവിടെ ലിമിറ്റ് ആണെന്ന് നോക്കിക്കേ. ഇവിടെ വെക്ടർ ആർ ഓഫ് ടി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. അതിന്റെ കോമ്പണൻസ് ആണ് എക്സ് ഓഫ് ടിയും വൈ ഓഫ് ടിയും സെഡ് ഓഫ് ടിയും. അങ്ങനെയാണെങ്കിൽ ആർ ഓഫ് ടിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? എക്സ് ഓഫ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക അല്ലെ? വെക്ടറിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? അപ്പൊ അതിന്റെ ലിമിറ്റ്, ഈ ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്ടറിന്റെ ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ലിമിറ്റ് ആർ ടെൻസ് ടു, ആർ അല്ലേ ഇവിടെ ടി ആണ്. ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി. നിങ്ങൾ അത് ചേഞ്ച് ചെയ്ത് എഴുതണേ. ടി ആണ് ഇവിടെ വരിക. ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി ഈക്വൽ ടു, ഞാൻ ഒക്കെ ആർ എന്ന് എഴുതിയിട്ടുള്ളത് ആർ അല്ല ടി ആണ് കേട്ടോ. എക്സ് ഓഫ് ടി ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു ഇവിടെ എ ആണ്, അതായത് ടി ടെൻസ് ടു എ ആണ്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുക? അതായത് നിങ്ങൾ ഈ ഓരോ ടേംസിന് ലിമിറ്റ് കൊടുക്കുക. എക്സ് ഓഫ് ടിക്ക് ലിമിറ്റ് കൊടുക്കുക, വൈ ഓഫ് ടിക്ക് ലിമിറ്റ് കൊടുക്കുക, സെഡ് ഓഫ് ടിക്ക് ലിമിറ്റ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. നിങ്ങൾ ഈ ഒരു പ്രോബ്ലം നോക്കുക. ആർ ഓഫ് ടി എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? ടി സ്ക്വയർ ഐ പ്ലസ് ഇ റേസ് ടു ടി ജെ മൈനസ് 2 സൈൻ പൈ ടി കെ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള വെക്റ്റർ ഫംഗ്ഷൻ. ഇനി ഈ വെക്റ്റർ ഫംഗ്ഷന്റെ ലിമിറ്റ് എങ്ങനെ കാണുമോ നിങ്ങൾ നോക്കും. ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ്, എല്ലാത്തിനും ലിമിറ്റ് കൊടുക്കുക. അതായത് ഇവിടുത്തെ ഓരോ കോമ്പണൻസും ഇത് ഈക്വൽ ടു ആണ്. ഓരോ കോമ്പണൻസും എന്താണ്?
ടി സ്ക്വയർ, ആദ്യത്തെ കോമ്പണന്റ് ടി സ്ക്വയർ. അപ്പം ലിമിറ്റ് ടി ടെൻസ് ടു 0 ടി സ്ക്വയർ കൊടുക്കുക ഐ പ്ലസ് അടുത്ത ടേമിന് അതേപോലെ ലിമിറ്റ് കൊടുക്കുക, ഇ റൈസ് ടു ടിക്ക് ലിമിറ്റ് കൊടുക്കുക. അതേപോലെ അടുത്ത ടേം എന്താ 2 സൈൻ പൈ ടി, അതിനും ലിമിറ്റ് കൊടുക്കുക. ഓരോ കോമ്പണന്റിനും ഇങ്ങനെ സെപ്പറേറ്റ് നിങ്ങൾ ലിമിറ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് 0യിലുള്ള ലിമിറ്റാണ് വേണ്ടത്. അപ്പം ടി ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എല്ലാ ടിക്കും നിങ്ങൾ 0 കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ടി സ്ക്വയറിന് 0 കൊടുക്കുമ്പോൾ 0 സ്ക്വയർ ആവും, ഐ പ്ലസ് ഇ റൈസ് ടു 0j മൈനസ് 2 ഇൻറ്റു സൈൻ പൈ ടി, അതായത് സൈൻ 0 എന്ന് വരും. സൈൻ 0 എന്താണ്, 0 ആണ്. അപ്പം 2 ഇൻറ്റു 0 എന്ന് വരും. നമുക്ക് ആൻസർ എന്ത് കിട്ടി, 0y പ്ലസ് ഇ റൈസ് ടു 0 എന്താണ് 1 ആണ്. അപ്പോൾ ഇ റൈസ് ടു 0 1. അപ്പോൾ ഇവിടെ ജെ എന്ന് വരും, മൈനസ് 2 ഇൻറ്റു 0 0k. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടിയ, ജെ എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നാൽ അതിലെ ഓരോ ടേംസിനും, ഐൻ്റെ ടേമിനാണെങ്കിലും ജെൻ്റെ ടേമിനാണെങ്കിലും കെൻ്റെ ടേമിനാണെങ്കിലും നിങ്ങൾ എന്ത് കൊടുക്കുക, ലിമിറ്റ് സെപ്പറേറ്റ് ലിമിറ്റ് കൊടുക്കുക. എന്നിട്ട് എത്രയാണോ ലിമിറ്റ് അത് ആ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പം ലിമിറ്റ് ടി ടെൻസ് ടു 2 ആണെങ്കിൽ ടിക്ക് പകരം നിങ്ങൾ 2 കൊടുക്കുക. ടി ടെൻസ് ടു 3 ആണെങ്കിൽ ടിക്ക് പകരം നിങ്ങൾ 3 കൊടുത്തിട്ട് എത്രയാണോ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ. ഇനി അടുത്തത് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ലിമിറ്റ് തന്നെയാണ്. അതായത് ലിമിറ്റ് വേണം കണ്ടിന്യൂറ്റിക്ക്. ലിമിറ്റ് ഉണ്ടായിരിക്കണം, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ അത് സാറ്റിസ്ഫൈ ചെയ്യണം. ശരിക്കും കണ്ടിന്യൂറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നിങ്ങളുടെ മനസ്സിൽ കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ എന്താ, എന്തോ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതല്ലേ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷന് എങ്ങനെ നമ്മൾ കണ്ടിന്യൂറ്റി പറയാന്ന് വെച്ചാൽ, ഒരു ഗ്രാഫ്, ഒരു ഫംഗ്ഷൻ, ഏത് ഫംഗ്ഷൻ ആണെങ്കിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അത് ബ്രേക്ക് ഇല്ലാണ്ട്, എവിടെയും ബ്രേക്ക് ചെയ്യാണ്ട് ആ ഗ്രാഫ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. ഒരു ബ്രേക്കും വരാണ്ട് നല്ല ഇങ്ങനെ ആ ഗ്രാഫ് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കതെന്ത് പറയാം, അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ആ ഗ്രാഫിന്റെ ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ആർ ഓഫ് ടി ആണ് നിങ്ങൾക്ക് തന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് നിങ്ങൾ വിചാരിക്കുക. ആർ ഓഫ് ടി അത് എയിൽ കണ്ടിന്യൂസ് ആണോ നോക്കണം. അതായത് ടി ഈക്വൽ ടു എ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാൽ, ടിക്ക് പകരം നമ്മൾ എ കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതായത് ആർ ഓഫ് എ എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി, ആർ ഓഫ് എ ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് ആർ ഓഫ് എക്ക് ഒരു വാല്യൂ നമുക്ക് കൃത്യമായിട്ട് കിട്ടണം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. നമ്മൾ ഈ നേരത്തെ ചെയ്ത പോലെ ലിമിറ്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്കൊരു ആൻസർ കിട്ടണം. പിന്നെ ആ കിട്ടിയ ആൻസർ എന്തായിരിക്കണം, ആർ ഓഫ് എ ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ ആദ്യം ആർ ഓഫ് എ കണ്ടുപിടിക്കുക, എന്നിട്ട് ലിമിറ്റും കണ്ടുപിടിക്കുക. ആ ലിമിറ്റും ആർ ഓഫ് എയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. അതിന്റെ ഡെഫിനേഷൻ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. അതിലൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, പിന്നെ അടുത്തത് അതേപോലെ തന്നെ ഡിഫറൻസിയേഷൻ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞത്. എങ്ങനെയാണ്, സാധാരണ നമ്മൾ ഡിഫറൻസിയേഷൻ തന്നെയാണ്. ഇപ്പം നമ്മൾ ലിമിറ്റിന്റെ കേസിൽ പറഞ്ഞ പോലെ, ലിമിറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടത്, ഓരോ ടേം ബൈ ടേം ആയിട്ട് നമ്മൾ അതിനെ ഓരോ ടേം ബൈ ടേം ആയിട്ട് നമ്മൾ അതിന്റെ ലിമിറ്റ് കാണുകയല്ലേ ചെയ്തത്. അതേപോലെ തന്നെയാണ് ഡെറിവേറ്റീവ്. നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടേമിന്റെയും സെപ്പറേറ്റ് ഡെറിവേറ്റീവ് കാണുക. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്ക്. ആർ ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താ തന്നിട്ടുള്ളത്, സൈൻ ടി ഐ പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ജെ പ്ലസ് 3k. അപ്പം ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആർ ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ ഡി ആർ ബൈ ഡി ടി എങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ആറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. ടി വെച്ചിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, അല്ലെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. എങ്ങനെയാ ചെയ്യുക, നമ്മൾ ഡി ആർ ബൈ ഡി ടി ആണ് കാണുന്നത്. ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം ഇതിലെ ഓരോ ടേംസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതായത് ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി ഐ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു മൈനസ് ടി ജെ പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 3k. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പം സൈൻ ടി, ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി എന്താണ്, കോസ് ടി ഐ ആണ്. ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു മൈനസ് ടി എന്താണ്, ഇ റേസ് ടു മൈനസ് ടി ആണ്. ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു അതിൻ്റെ കോയഫിഷ്യൻറ്റ്, ടീൻ്റെ കോയഫിഷ്യൻറ്റ് -1 ആയതുകൊണ്ട് ഇൻറ്റു -1 അല്ലേ. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും, തന്ന ഫംഗ്ഷൻ എന്താണോ അത് തന്നെ. പിന്നെ ഡിക്ക് കോയഫിഷ്യൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസ് 3k.
അതായത് 3ന്റെ ഡെറിവേറ്റീവ് എന്താ? 3 കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ ആൻസർ എന്ത് കിട്ടും നമുക്ക്? cos ti മൈനസ് ഇ റേസ് ടു മൈനസ് ടി ജെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിച്ചതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തു പോകുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ എന്നോടൊന്ന് പറയാം. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ലിമിറ്റ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പഠിച്ചു. എങ്ങനെയാ? ആർ ഓഫ് ടി നിങ്ങൾക്ക് തന്നിനെങ്കിൽ ആ ആർ ഓഫ് ടിന്റെ ഓരോ കോമ്പണൻസ് വൈസ് നമ്മൾ അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. ടി ഈക്വൽ ടു എത്രയാണോ വാല്യൂ തന്നു വെച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുക. പിന്നെ അടുത്തത് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ ടിക്ക് എ വാല്യൂ കൊടുത്താൽ, ടിക്ക് എ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്താൽ അത് എയിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ആർ ഓഫ് എ നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ ലിമിറ്റും നമ്മൾ കണ്ടുപിടിക്കണം. ആ ലിമിറ്റും ആർ ഓഫ് എയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? തന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യം ഡെറിവേറ്റീവ് കാണലാണ്. അപ്പം ഡെറിവേറ്റീവ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ടേം ബൈ ടേം ആയിട്ട് നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇത് ക്ലിയർ ആണോ? കാൽക്കുലസ് ഇത് 3 കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, ബാക്കി ആർക്കും മനസ്സിലായിട്ടില്ലേ? ഗാഥക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ? ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണല്ലേ? പിന്നെ നമ്മൾ ഡെറിവേറ്റീവിന്റെ നമുക്കറിയുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് വെക്ടറിലേക്ക് പറയുമ്പോൾ എങ്ങനെയാണ്? വെക്ടറിലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷെ വെക്ടറിന് ഒരു ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും വരുന്നുണ്ട് ഡെറിവേറ്റീവിന്റെ. അതിന്റെ ഫോമുല മാത്രമേ നിങ്ങളൊന്ന് ഒരു വ്യത്യാസമുള്ളൂ. അപ്പം ഇവിടെ എന്താണ്? ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് കോൺസ്റ്റന്റ് എന്താ? ഏത് കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവും 0 ആയിരിക്കും. അതേപോലെ കെ ഇൻറ്റു, അതായത് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു ഡെറിവേറ്റീവിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ കോൺസ്റ്റന്റിനെ പുറത്തെടുത്തിട്ട് നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. പിന്നെ 2 വെക്ടേഴ്സ് നമ്മൾ ആഡ് ചെയ്തിട്ട്, അല്ലെ 2 വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് ആഡ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് കാണുന്നതും സെപ്പറേറ്റ് അതിന്റെ ഡെറിവേറ്റീവ് കാണുന്നതും എന്താ? സെയിം ആണ്. അതേപോലെ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിക്കൽ ഒരുമിച്ചിട്ട് അതിന്റെ ഡെറിവേറ്റീവ് കാണാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ്. ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മള് ഏതാ? സാധാ പ്രൊഡക്റ്റ് റൂൾ ഇല്ലേ? നമ്മള് ഡെറിവേറ്റീവിൽ കാണുന്ന സാധാരണ നമ്മളെ പ്രൊഡക്റ്റ് റൂള്, ആ പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട്, ആ പ്രൊഡക്റ്റ് റൂൾ തന്നെയാണ് ഡോട്ട് പ്രൊഡക്റ്റിൽ വരുന്നത്. അതായത് വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഡെറിവേറ്റീവ് വരുന്നത് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പൊ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ക്രോസ് പ്രൊഡക്റ്റിന്റെ കേസിൽ വ്യത്യാസമുണ്ട്. ക്രോസ് പ്രൊഡക്റ്റ് നിങ്ങൾ ഇതേ റൂളിൽ ചെയ്യണം. അതായത് ക്രോസ് പ്രൊഡക്റ്റ് എങ്ങനെയാ കാണുക വെച്ച് കഴിഞ്ഞാല് ഇതാ, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ക്രോസ് സെക്കൻഡ് പ്ലസ് ഫസ്റ്റ് ക്രോസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക. ആ ഫോർമുലാസ് എല്ലാം നിങ്ങൾക്ക് അറിയില്ലേ? ഫോർമുലാസ് എല്ലാം ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ല. ഫോർമുല എല്ലാം നിങ്ങൾ തന്നെ പഠിച്ച് എടുക്കണം. അപ്പൊ ആദ്യത്തെ 5 ഫോർമുലാസ് എല്ലാം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. ആ ക്രോസ് പ്രൊഡക്റ്റിന്റെ ഫോർമുല മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അത് എളുപ്പമാണ്. ഈ ഓർഡർ ഒന്ന് നോക്കിയാൽ മതി. ആദ്യം R1ന്റെ ഡെറിവേറ്റീവ് കാണുക, ഇൻറ്റു R2 പ്ലസ് ഇൻറ്റു അല്ല, അത് ശരിക്കും വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അപ്പം അതെല്ലാം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നെല്ലാം നമ്മളിനി പഠിക്കും. ക്രോസ് പ്രൊഡക്റ്റിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഇതെല്ലാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളിനി പഠിക്കാൻ പോകുന്നുണ്ട്. പിന്നെ അടുത്തത് ചെയിൻ റൂള്. ചെയിൻ റൂളും നമ്മളെ സാധാ നിങ്ങൾ ആ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് ചെയ്യുന്ന ചെയിൻ റൂള് തന്നെയാണ്. എന്താ? R എന്ന് പറയുന്നത് ആർ ഓഫ് ടി, ഒരു ഫംഗ്ഷൻ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. ആൻഡ് ടി ഈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ്, അതിൽ ടി എന്ന് പറയുന്നത് എസിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ ചെയിൻ റൂളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് ചെയ്തിട്ട് എനിക്ക് അറിയായിരിക്കില്ല. അതായത് ഡി ആർ ബൈ ഡി എസ് നമുക്ക് കാണണമെന്ന് വിചാരിക്കുക. ആർ എന്ന് പറയുന്ന വെക്ടറിന് വിത്ത് റെസ്പെക്ട് ടു എസ് നമുക്ക് ഡെറിവേറ്റീവ് കാണണമെങ്കിൽ നമ്മൾ എന്താ സാധാരണ ചെയ്യുക? ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചാൽ മതി. മേലെയും താഴെ ഒരു ഡി ടി ഉണ്ടാവും. അതായത് ഡി ആറിന് ഡിവൈഡഡ് ബൈ ഡി ടി ബൈ ഡി എസ് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക. നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഒരു ആർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആറിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ആറിനുള്ളിൽ വേറെയും വേരിയബിൾ വരാം.
ഓക്കെ, അത് ഫംഗ്ഷൻ ഓഫ് എസ് ആണെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, സാധാരണ ആറിന്റെ ഡെറിവേറ്റീവ് നമ്മൾ യൂഷ്വലി കാണുന്ന പോലെ കാണുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതായത് ടീന വിത്ത് റെസ്പെക്ട് ടു എസിനെ കൊണ്ട് നമ്മൾ ഡെറിവേറ്റീവ് കാണാം. ചെയിൻ റൂൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ലേ? എന്താ പറയുക, ഇപ്പം സൈൻ ഓഫ് സൈൻ ടി നമ്മൾ കാണുമ്പോൾ ആദ്യം എന്താ ചെയ്യുക, സൈൻ ഓഫ് സൈൻ ടി, അതിന്റെ ഡെറിവേറ്റീവ് ആദ്യം നമ്മൾ എന്താ ചെയ്യുക, ആദ്യം സൈനിന്റെ ഡെറിവേറ്റീവ് കാണും, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സൈൻ ടിന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഒന്നും കൂടെ കാണും. അപ്പൊ അങ്ങനെ ചെയിനായിട്ട് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നതിനാണ് ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിലൊന്ന് നോക്കി നോക്കുക. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ടാൻജന്റ് ഓഫ് എ കേർവ്. എന്താണ് ടാൻജന്റ്? ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേർവിന്റെ ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ടാൻജന്റിനെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് പോകുന്ന ഒരു വര അല്ലെ. ടാൻജന്റ് എന്താന്ന് എനിക്കറിയില്ലേ? ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു കേർവ് ആണെങ്കിൽ ആ കേർവിനെ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്ന ആ ഒരു വരേനെയാണ് നമ്മൾ എന്ത് പറയാ, ടാൻജന്റ് എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ടാൻജന്റ് കണ്ടുപിടിക്കാന്ന് ചോദിക്കുന്നത്. അപ്പൊ ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എന്താണ് അതിന്റെ ആ തന്ന വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്ത് പറയാ, ടാൻജന്റ് എന്ന് പറയാ. ഇപ്പൊ ആർ ഓഫ് ടി ആണ് നിങ്ങൾക്ക് തന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. ആർ ഓഫ് ടി ആണ് നിങ്ങൾക്ക് തന്നതെങ്കിൽ നിങ്ങൾക്ക് ടി നോട്ടിലുള്ള ടാൻജന്റ് കണ്ടുപിടിക്കണം ശരിക്കും. ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് വരും. ടി നോട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റ്, ഇപ്പൊ ഈ ഒരു പോയിന്റ് ടി നോട്ട് ആണെങ്കിൽ ഈ ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റിലെ ടാൻജന്റ് നിങ്ങൾക്ക് ആണെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, അവിടെ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ മതി. ആർ ഡാഷ് ഓഫ് ടി നോട്ട് കണ്ടുപിടിക്കുക. അതായത് ആർ ഓഫ് ടിന്റെ ഡെറിവേറ്റീവ് നിങ്ങൾ കാണുക, എന്നിട്ട് ടി നോട്ട് എന്താന്ന് വെച്ചാൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ. ലെറ്റ് പി ബി എ പോയിന്റ് ഓൺ ദി ഗ്രാഫ് ഓഫ്, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആർ ഡാഷ് ഓഫ് ടി, ആർ ഡാഷ് ഓഫ് ടി നോട്ടിനെയാണ് നമ്മൾ ടാൻജന്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ എന്തായിരിക്കും? ടാൻജന്റ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഡാഷ് ഓഫ് ടി നോട്ട്. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, യൂണിറ്റ് ടാൻജന്റ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടാൻജന്റ് വെക്റ്റർ തന്നെ അതിന്റെ ലെങ്ത്തിനെ നമ്മൾ 1 ആക്കിയിട്ട് കൺസിഡർ ചെയ്യാം. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായാലും ലെങ്ത്, വെക്റ്റർ ഹാവിങ് ലെങ്ത് 1. അതാണ് നമ്മൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വെക്റ്റർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഡീറ്റെയിൽ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ, അതിന്റെ പ്രോബ്ലംസ് നമുക്ക് കുറച്ച് നോക്കാനുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഞാൻ ടാൻജന്റ് ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നത്തെ ക്ലാസ് ക്ലിയർ അല്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നമ്മളെ വെക്റ്ററിന്റെ ഇക്വേഷൻ പറഞ്ഞു, ലൈനിൻ്റെത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെക്റ്റർ കാൽക്കുലസിലേക്ക് വന്ന് ലിമിറ്റ് പറഞ്ഞു, ഡെറിവേറ്റീവ് പറഞ്ഞു, കണ്ടിന്യൂറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ടാൻജന്റ് എന്താണെന്ന് കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞതൊക്കെ? ഓക്കെ, നിങ്ങൾ ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും നോട്ട് എഴുതിയിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് അത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ അറ്റൻഡൻസ് വേഗം പറയാം. അഭിനന്ദ് പ്രസന്റ്. അഭിനവ് പ്രസന്റ്. അഭിരാം പ്രസന്റ്. ആഗ്ന Present, ma'am. അഹില Present, ma'am. പെട്ടെന്ന് പറയണേ. അഹില, Present, അജൽ, പ്രസന്റ്. ആകർഷ്, പ്രസന്റ്. ഗോകുൽ, പ്രസന്റ്. അക്ഷര, Present, ma'am. ആൽബിൻ, പ്രസന്റ് മാം. അഞ്ജിത, Present, ma'am. അനുജിത്ത്, പ്രസന്റ്. അനുരാഗ്, പ്രസന്റ് മാം. അരുണിമ, അരുണിമ, ma'am.
Ashbin, Present, ma'am. Ashwant, Present. Ashwin, Present, ma'am. Ashwin Pavitran, Present, ma'am. Aswal, Ashwand, Present, ma'am. Ashwadi, Present, ma'am. Atul, Present, ma'am. Deepika, Present, ma'am. Deepika, Devika, Present, ma'am. Fatima, Present, ma'am. Nisba, Present, ma'am. Shahla, Present, ma'am. Shibilia, Present, ma'am. Zuhara, Present, ma'am. Gada, Present, ma'am. Gopika, Present, ma'am. Isha, Present, ma'am. Kiran, Present, ma'am. Malavika, Ma'am. Nabil, Present, ma'am. Orsina, Present, ma'am. Mohsin, Present, ma'am. Mohsin, Fahad, Present, ma'am. Sadaf, Sadaf, Sahel, Sahel, Mohammed Sahel, Nandana, Present, ma'am. Neha, Present, ma'am. Niharika, Present, ma'am. Nirmal, Present, ma'am. Nivedita, Present, ma'am. Nainika, Present, ma'am. Nainika, Punya, Present, ma'am. Rajat, Present, ma'am. Sahla, Sarang, Sahla, Present, ma'am. Sarang, Present, ma'am. okay. Shahana, Present, ma'am. Shanil, Present, ma'am. Shonin, Present, ma'am. Siddharth, Present, ma'am. Siddharth, Present, ma'am. Saurav, Present, ma'am. Sriraj, Present, ma'am. Taifal, Varshanath, Present, ma'am. Vignesh, Present, ma'am. Visruddh, Present, ma'am. Visruddh, Present. Pranav, Present, ma'am. Zelia, Zelia, okay, thank you.